ട്രിപ്പിൾ ഓം ശാന്തി എന്നും പറയുന്നതന്നെ ബാബ. മധുരമായ കുട്ടികളെ, നിങ്ങളെന്നെ തന്നെ ഓർമ്മ ബാബ. ദിവസവും ഈ സേവനം ഇങ്ങനെ ചെയ്യുമ്പോൾ വെറൈറ്റി സേവനങ്ങൾ വേണ്ടേ ബാബ? നമ്മുടെ ഉള്ളിൽ എന്താണ് പുതിയതുള്ളത് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എന്ന് വെറുതെ ഇങ്ങനെ ക്യാമറ ഒക്കെ സെറ്റാക്കി ഇങ്ങനെ നോക്കുമ്പോ ദേണ്ട് ഒരാശാൻ. പൂർണ്ണചന്ദ്രനല്ല, ഒരല്പം ചെറിയൊരു പീസ് ഇപ്പോ പോയിട്ടുണ്ട്. ഇത് 30 ദിവസം 28-30 ദിവസം കൂടുമ്പോ ഇങ്ങനെ അർദ്ധചന്ദ്രൻ തുടങ്ങി പൂർണ്ണചന്ദ്രനാവുക, വീണ്ടും പൂർണ്ണചന്ദ്രൻ തുടങ്ങി വീണ്ടും അർദ്ധചന്ദ്രനാവുക. ഈ പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങള് നമ്മൾ പഠിച്ചു അവിടേക്ക് പോയി അവിടുന്ന് വേണ്ട സാമ്പിളുകൾ എടുത്തു. അത് ഭൂമിയിൽ എവിടൊക്കെ അതിന്റെ സാമ്പിളുമായിട്ട് ചേർന്നിട്ടുള്ള സംഭവം ഉണ്ട് അതിനെപ്പറ്റി ഗവേഷണം നടക്കുന്നു. ചന്ദ്രൻ പൂർണ്ണചന്ദ്രനായിട്ടാണെങ്കിലും അർദ്ധചന്ദ്രനായിട്ട് നമുക്കിവിടെ ദൃശ്യമാവുണ്ടെങ്കിലും ചന്ദ്രൻ ഒന്നാണ്, വ്യത്യാസമൊന്നുമില്ല. അതിന്റെ കഥകൾ എത്ര നന്നായി പറഞ്ഞാലും ശരി, മോശമായി പറഞ്ഞാലും ശരി, കഥ ഒന്നാണ്. ഈയിടെയാണ് ശിവബാബ എന്ന് പറഞ്ഞ ആ ചൈതന്യം ശ്രീകൃഷ്ണൻ പറഞ്ഞു വെച്ചതായിട്ട് പലതും നമുക്കിവിടെ കാണാൻ കഴിയും. ഭഗവത്ഗീത ഭഗവാൻ കൃഷ്ണൻ വാച അവിടെ മറക്കപ്പെട്ടു, പക്ഷെ ഡ്രാമയിലുള്ളതാണ്. സൂര്യവംശികളെ പറ്റിയിട്ട് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. ചന്ദ്രവംശികളെ പറ്റിയിട്ടും കൃത്യമായിട്ട് ആർക്കും അറിയില്ല. പക്ഷെ കഥയൊക്കെ ആകെ ഭയങ്കര കോലാഹലം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള കഥയൊക്കെ രചിച്ചു. ദ്വാപര യുഗത്തില് കൃഷ്ണൻ ജനിച്ചതായിട്ടും കാണിച്ചു. ദ്വാപരയുഗം കഴിഞ്ഞു, കലിയുഗം വന്നു. ക്രിസ്ത്യൻസിനറിയാം വീണ്ടും ക്രിസ്തു വരുന്നു. ക്രിസ്തു വീണ്ടും അവരുടെ പരിപാലനയ്ക്കായിട്ട് വരുന്നുണ്ട്. സത്യല്ലേ? എത്രയോ കൽപ്പങ്ങൾ വീണ്ടും വീണ്ടും വന്നതാണ്. അപ്പൊ അവർക്ക് വീണ്ടും അത് ആവശ്യമാണ്. നമുക്കോ, സനാതന ധർമ്മത്തിലുള്ളവർക്കോ ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല. എത്രയോ കൽപ്പം വന്നിട്ടുണ്ട്. ആ ചന്ദ്രൻ ഇപ്പോ സമയം 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇനിയിപ്പോ വെളിച്ചം ഇങ്ങനെ ആവുന്നതോടുകൂടിയിട്ട് ചന്ദ്രന്റെ ശോഭ ഒരല്പം കുറഞ്ഞു വരും. നട്ടുച്ചയ്ക്കും ചില സമയത്തൊക്കെ ചന്ദ്രനെ കാണാൻ പറ്റും. ചെറുതായിട്ട് ഒരു മിന്നായം പോലെ ചില സമയത്ത്. അതൊന്നും ഈ ഫോണിലോ മറ്റു ക്യാമറകളിലോ പതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ നക്ഷത്രങ്ങൾ, നിരവധി നക്ഷത്രങ്ങൾ. രാവ് വരുമ്പോ, പകല് വരുമ്പോ രാത്രിയെ മറക്കുകയും രാത്രി വരുമ്പോ പകലിനെ മറക്കുകയും ചെയ്യും. ചന്ദ്രൻ വരുമ്പോ സൂര്യനെ മറക്കുന്നു, സൂര്യൻ വരുമ്പോ ചന്ദ്രനെ മറക്കുന്നു. ശരിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ചന്ദ്രൻ വന്ന് സൂര്യനെ മറക്കുന്നുണ്ട്, സൂര്യൻ വന്ന് ചന്ദ്രനെ മറക്കുന്നുണ്ട്, ഒന്നുമില്ല. ഇവിടെ
ഇവിടത്തെ സിസ്റ്റങ്ങൾ പതുക്കെ മാറുമ്പോൾ, ഭൂമിയുടെ ഒരു ഭാഗം ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് മാറുമ്പോൾ ഇതൊക്കെ നമുക്ക് അനുഭവവേദ്യമാവുകയാണ്. ഇതാണ് ശരിക്കും സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗമാകുന്ന ഈ 5000 വർഷത്തെ ഡ്രാമയിൽ സംഭവിക്കും. അനാദിയിൽ സർവ്വാത്മാക്കളും പരംധാമത്തില്, സർവ്വാത്മാക്കളും ഇന്നിപ്പോ ഇങ്ങനെ കാണിച്ച് ചന്ദ്രന്റെ ആ ഒരു ശോഭയും കൂടെ ഇങ്ങനെ മങ്ങുന്നത് കാണാലോ. കണ്ട, സൂര്യൻ പതുക്കെ പതുക്കെ വെളിച്ചം കൂടുന്നു, ചന്ദ്രന്റെ ആ പ്രകാശം പതുക്കെ പതുക്കെ ഇല്ലാതായി തുടങ്ങും. ആകാശം ഒരല്പം മേഘാവൃതമാണ്. അതിനാൽ നീല കളറിലേക്ക് പെട്ടെന്നൊന്നും വരില്ല. പിന്നിപ്പോ നീല കളറിലേക്കല്ലല്ലോ ആദ്യം വരും. ആദ്യം സൂര്യന്റെ സപ്തവർണ്ണങ്ങളിൽ ഓറഞ്ച്, ചുവപ്പ്, റെഡ് അങ്ങനത്തെ കുറെ കളറാണല്ലോ ആദ്യം ദൃശ്യമാവും. പിന്നെ പിന്നെ ആണല്ലോ അതില് വയലറ്റ്, ബ്ലൂ ഇതൊക്കെ കൂടെ ചേർന്ന് ബ്ലൂ ആയിട്ട് വരും. ശരിക്കും ആകാശത്തിന് നീല നിറമുണ്ടോ? ഇല്ല. ശരിക്കും ആകാശത്തിന് ചുവപ്പ് നിറമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഇവിടെ ഉള്ളത് മുഴുവൻ തോന്നലുകൾ. നമ്മുടെ കണ്ണിന് പല രീതിയിൽ തോന്നലുകൾ. ഇപ്പൊ എനിക്ക് ഈ ഒരു ശരീരം ഉണ്ടോ? ഇല്ല. ശരീരം ഇല്ലേ? ഉണ്ട്. ആത്മാവാണ് ശരിക്കും സത്യമായ സത്യം. അതില് എനിക്ക് കിട്ടിയ ഈ ശരീരം ഉപയോഗിച്ച് ഞാൻ കർമ്മം ചെയ്യുന്നു. അതാണ് ഈ കാണുന്നത്. അപ്പൊ ഞാൻ പഠിച്ചത് എന്താ? ആത്മീയത. അപ്പൊ ഈ ഒരു മേഖലയിൽ എനിക്ക് ഒരു പാർട്ട് കിട്ടി, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. നേരെ വെച്ച് ഇങ്ങനെ ഒരു മേഖല ഇല്ലാന്ന് കരുത്. അതല്ല പൂജാരിയോ അതല്ലെങ്കിൽ വല്ല വേറെ ഏതെങ്കിലും മേഖലയിലൂടെ അവിടെ കർമ്മം തെളിയിക്കും. അതായത് ഈ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങൾക്കും ഓരോരോ സമയം, രാശി എന്താണോ പാർട്ടുള്ളത് അതേപോലെ. ചന്ദ്രൻ എല്ലാ സമയത്തും ഒരേ സ്ഥലത്തല്ല, മാറിക്കൊണ്ടേയിരിക്കും. സൂര്യനും അതേപോലെ തന്നെ. ഭൂമിയുടെ പൊസിഷൻ മാറുന്നത് പോലെ തന്നെ സൂര്യന്റെ പൊസിഷനിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടന്നുകൊണ്ടേയിരിക്കും. നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെ ആകർഷിക്കുന്നു, നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ ആകർഷിക്കുന്നു, ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അതോ സൂര്യന്റെ വെളിച്ചം നല്ല ദൃശ്യമായി ചന്ദ്രന്റെ അപ്രഭ ഏകദേശം കാണാൻ പറ്റാത്ത കോലത്തിലായി തുടങ്ങി. ഉണ്ടോ? മങ്ങി 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 സൂര്യൻ വന്നു, സൂര്യൻ നല്ല വെളിച്ചത്തിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇത് മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജ്ഞാനവുമായി മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. എപ്പോഴാണ് സത്യയുഗം ആരംഭിക്കുക? എപ്പോഴാണ് കലിയുഗം അവസാനിക്കുക? ഇതിപ്പോ വൈകുന്നേരം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ പതുക്കെ പോകുന്നതാണ്. നോക്കാം പറ്റുകയാണെങ്കിൽ നമുക്കൊരു കടപ്പുറം പോയിട്ട് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യണം. പക്ഷെ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് പോലെ എനിക്ക് ഇത്ര നന്നായി സംസാരിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ തൊട്ട് നമുക്ക് വൈകുന്നേരത്തെ ആ മനോഹരമായ സൂര്യന്റെ അസ്തമയം കാണാൻ കഴിയില്ല. ഈ മരങ്ങളുടെ ഇടയിലൂടെ ചെറുതായിട്ട് അങ്ങേര് പോകുന്നതൊക്കെ ചില സമയത്ത് കാണും, വളരെ ചുരുങ്ങിയ സമയത്ത് കാണും. അങ്ങനെ കിട്ടുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം. എന്നിട്ട് ഇരുട്ടുന്നത് വരെ നമുക്ക് ബാബയുടെ ഡ്രാമയെ, ജ്ഞാനത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കും. അനാദിയിൽ നമ്മളൊക്കെ ഓരോരുത്തരും ഈ എൻ്റെ ആത്മാവ്, ഞാൻ ആത്മാവ്, ബ്രഹ്മാവിന്റെ ആത്മാവും വിഷ്ണുവിന്റെ ആത്മാവും, വിഷ്ണു ആരാണ്? ബ്രഹ്മാവും അമ്മയും കൂടെ, ശങ്കരന്റെ ആത്മാവും 108 ആത്മാക്കളും, 16,108 ആത്മാക്കളും, 9 ലക്ഷത്തിൽ ആത്മാക്കളും, 33 കോടി ആത്മാക്കളും,
ധർമാത്മാക്കൾ ഇബ്രാഹിം, ബുദ്ധൻ, ക്രൈസ്റ്റ്, ഗുരുനാനക് തുടങ്ങി നിരവധി ധർമാത്മാക്കളാണ്. പാപങ്ങൾ ചെയ്യുന്ന, വളരെ കുറവ് പാപം ചെയ്യുന്ന നിരവധി ധർമാത്മാക്കളാണ്. അവർ പാപം ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ, അവർ പാപം ചെയ്ത് അവർ ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും ചതോ രജോ തമോ പോവന്നെ വേണം. പക്ഷെ ഓരോരുത്തരുടെയും പാർട്ടിനനുസരിച്ച് ഏറ്റവും തമ്മയിലേക്ക് പോകുന്നത് ഏറ്റവും സമ്പത്തുള്ളവർ മാത്രമാണ്. ആരാണ് ഏറ്റവും സമ്പത്തുള്ളത്? നമ്മളാണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സനാതന ധർമ്മം, സനാതന ധർമ്മം. ഈ സനാതന ധർമ്മത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് വേറെ ആർക്കും കിട്ടുകയില്ല. അത് ആചരിക്കുന്നവർക്ക്, സനാതന ധർമ്മം ആചരിക്കുന്നവർക്ക് കിട്ടുന്ന സമ്പത്ത് വേറെ ആർക്കും കിട്ടുകയില്ല. അതുകൊണ്ടാണ് ദ്വാപരയുഗത്തിൽ മക്കളെ നിങ്ങൾ വാമമാർഗത്തിലേക്ക് പോയി എന്ന് പ്രത്യേകം പാപെടുത്ത് വരുന്നത്. കാമം, ക്രോധം, മോഹം, ലോഭ, അഹങ്കാരം, 5 ദുർവികാരങ്ങളാൽ ആ മാർഗത്തിലേക്ക് പോയി അവിടെ നമ്മൾ പ്രകാശം വരുത്തി. കണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമോയിലേക്കാണ് അവിടെ പോയത്. പക്ഷെ അതറിയില്ല. ഇന്നും അതിന്റെ ആചരണം ഗംഭീരമായിട്ട് ഏതെല്ലാം മാർഗത്തിൽ ഒരു മാറ്റം എവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ അതേ സ്ഥലത്തുണ്ടോ? പക്ഷെ സൂര്യന്റെ പ്രഭാവം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെളിച്ചം വീക്കിയപ്പോൾ ചന്ദ്രനെ പതുക്കെ കാണാതെയാവുകയാണെന്ന് പറഞ്ഞാൽ സൂര്യവംശി വന്നപ്പോ ചന്ദ്രവംശിക്ക് തിളക്കം കുറയുകയാണ്. ചന്ദ്രൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ട് പറഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ അതിന്റെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടേ ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ കാണാനില്ല. ഇതേപോലെ നമ്മളിലെ ഓരോരോ പ്രഭാവങ്ങളും പുറത്തേക്ക് വരുമ്പോൾ മറ്റു പ്രഭാവങ്ങളെ ചെറുതായിട്ട് കാണാനില്ലാതാവുന്നൊന്നുമില്ല. സൂര്യനോടുണ്ട്, ചന്ദ്രനോടുണ്ട്, അശ്വതി നക്ഷത്രം. ആകാശത്തിൽ ഇപ്പൊ എന്തെല്ലാണ്ട് വേട്ടക്കാരനുണ്ട്. അശ്വതി നക്ഷത്രമുണ്ട്, ഭരണിയുണ്ട്, കാർത്തികുണ്ട്, രോഹിണിയുണ്ട്, മകീരുണ്ട്, തിരുവാതിരണ്ട്, പുണർദുണ്ട്, പൂയുണ്ട്, ആയില്യുണ്ട്. ഇത്രയും നക്ഷത്ര കൂട്ടങ്ങളൊക്കെ മുകളിലുണ്ട്. കാണാനില്ല. കാരണം എന്താ? ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ നക്ഷത്രം, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന നക്ഷത്രം സൂര്യൻ. അത് അതിന്റെ പ്രഭാവം കാണിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. നേരം വെളുത്ത് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഒരു വലിയൊരു ഭാഗം ഭൂമിയുടെ ഒരു വലിയൊരു ഭാഗം സൂര്യൻ അഭിമുഖമായി വന്നു. അപ്പൊ അവിടെ പ്രകാശം. ആ പ്രകാശത്തിന്റെ ആധാരത്തിൽ അതിന്റെ പിറകിലോ മുമ്പിലോ എവിടെയായിട്ടുണ്ടായാലും ശരി, എത്ര ലക്ഷം പ്രകാശ വർഷങ്ങളുടെ അപ്പുറത്തുള്ള നക്ഷത്രങ്ങളായാലും ഗ്രഹങ്ങളായാലും ബാക്കി ഒന്നിനും കാണാതെ ആവുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ ആവുകയാണ്. ഇതേപോലെ നമ്മുടെ യുഗം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ പ്രഭാവം വളരെയധികം ആരുതാ? തമോ. കലിയുഗമാണ്, തമോമാണ്. ഇപ്പൊ മൊത്തം ആചരണങ്ങളും ഭക്തിയുടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭക്തി. ബ്രഹ്മകുമാരി വലിയൊരു പ്രോഗ്രാം വെച്ചു. കോടിക്കണക്കിന് ആൾക്കാർ വരും, ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. PBK വെച്ചു, വരുമോ? ഇല്ല. പക്ഷെ ബാബു പറഞ്ഞിട്ടുണ്ട് അവസാനം മധുബൻ റോഡ്, അബു റോഡ് മുഴുവനും വരി നിൽക്കും, ക്യൂ ആയിരിക്കും. അവസാനത്തിൽ അബു റോഡ് മുഴുവനായിട്ടും വരി നിൽക്കും. ബ്രഹ്മകുമാരീസ് മുഴുവൻ നിറഞ്ഞ് ടൈറ്റാവും. അപ്പോ അത് അവസാനം ഒരു ടൈമുണ്ട്. അവിടെ പ്രഭാവം കൂടിയേ തീരൂ. അവിടെ പ്രഭാവം വരുമ്പോൾ ബ്രഹ്മകുമാരീസിലായാലും ഈ ഒരു ജ്ഞാനം പറയുന്നവരിലായാലും
അവർക്ക് പിന്നെ സമയം ഉണ്ടാവില്ല. പക്ഷെ അവിടേക്ക് കറക്റ്റായിട്ട് ആ ഒരു സമയം എത്തിച്ചേരണം. ഏത് ഇത് കണ്ടോ, ആ ചന്ദ്രൻ മറിഞ്ഞ് സൂര്യൻ പ്രഭാവം എത്തിയതുപോലെ. വെറും തോന്നലാണ് ഇതൊക്കെ, ഒരു ടൈം, ആ സമയം. ഇപ്പൊ കണ്ടോ എന്ത് രസമായിട്ട് നമ്മുടെ വൃക്ഷലതാദികളൊക്കെ കാണാനായി. ആകാശത്തിലെ കൊട്ടാരങ്ങൾ, ആകാശത്തിലെ നക്ഷത്രങ്ങളും എല്ലാം കാണുന്നുണ്ട്. ഒന്നും കാണുന്നില്ല, നടക്കാടില്ല ഉണ്ട്. എല്ലാം അത് അതാതിന്റെ സ്ഥാനത്ത് കൃത്യമായിട്ട് എന്താണോ അവരുടെ പരിപാടി അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അശ്വതി നക്ഷത്രത്തിന് എന്താണോ പരിപാടി, രാശികൾക്ക് എന്താണോ പരിപാടി, അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ പ്രഭാവത്തിന്റെ ആധാരത്തിലാണ് 5000 വർഷം കൂടുമ്പോഴും കാര്യങ്ങൾ നടക്കും. നോക്കൂ, ഒരു ഓലയ്ക്ക് എന്താ പ്രഭാവം, എന്താ പണി, അത് കൃത്യമായിട്ട് ആ ഓല ചെയ്യും. തേങ്ങയ്ക്ക് എന്താ പണി, അത് കൃത്യമായിട്ട് തേങ്ങ ചെയ്യും. തെങ്ങിന് എന്താ പണി, അത് കൃത്യമായിട്ട് തെങ്ങ് ചെയ്യും. ഇതിന്റെ അകത്തൊക്കെ എന്താണോ ചെയ്യാനുള്ളത് അവരത് ചെയ്യും. പക്ഷെ ഓരോ മനുഷ്യരിലും ധർമ്മങ്ങൾ, വിവിധ ധർമ്മങ്ങളുണ്ട്. അതില് ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ടുള്ള ധർമ്മം, സനാതന ധർമ്മം, അതിന്റെ പ്രഭാവം എത്രത്തോളം ഓരോരുത്തരിലെത്തി, അതെത്തിയാൽ അത് അവർ ചെയ്യുകയും ചെയ്യും. അവരുടെ ആ കർമ്മം എന്താണ്, ഇക്കർമ്മം എന്താണ്, സുക്കർമ്മം എന്താണ്, അകർമ്മം, അതിനെ ബേസ് ചെയ്തിട്ട് കർമ്മം ചെയ്യുകയും ചെയ്യും. ശോചനം വലിയൊരു പട്ടുണ്ടാവും തലയുടെ പിറകില്, ലക്ഷ്മി നാരായണന്റെ. അത് വെറുതെ വരണമൊന്നുമല്ല, നല്ല കടുത്ത ബാബയുടെ ഓർമ്മയുടെ ആധാരത്തില് അത് വരുന്നതാണ്. ഇന്ന് അത് ഇവിടെ കാണാൻ കഴിയില്ല. ഇവിടെ കാണാൻ കഴിയുന്ന അത് ഓരോരുത്തർക്ക് കാണാൻ കഴിയും. നല്ല പ്രഭാവം പക്ക കാണാൻ കഴിയും. ചിലർക്ക് വേഗം തിരിയും. ഉദാഹരണത്തിന് ഒന്നും വേണ്ട, മഫ്തി, നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം നടക്കണം. മഫ്തിയില് പോലീസ് റോന്ത് തെറ്റുന്നുണ്ട്. സാധാരണക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മഫ്തിയിൽ പല പ്രശ്നങ്ങളെ ഒതുക്കി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും. അവർ മഫ്തിയിൽ തന്നെ വരണം. കാരണം എന്താ വെച്ചാൽ പോലീസ് യൂണിഫോമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളാണ്, അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷെ മഫ്തിയിലുണ്ടാവും. അവർക്ക് പോലീസിന് വേഗം തിരിച്ചറിയാം. അത് മഫ്തിയിലാണ്. എവിടുത്തെ പോലീസിന് ഒരാൾ കണ്ണൂരത്തെ SI ആവും, ഒരാള് കാസർഗോഡത്തെ CI ആവും. അവര് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിമാരുടെ ഉപദേശത്തിൽ അതിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പല പോലീസുകാർ ചിലപ്പോൾ ഒരു ദിവസം കണ്ടിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നേരെ മഫ്തിയിലേക്ക് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നുള്ള രീതിയിൽ എത്തുന്ന കുറെ ആൾക്കാർ. അവര് അവിടെ ക്രമസമാധാനം പാലിപ്പിക്കുമ്പോൾ അവർക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും. ഇതേപോലെയാണ് വേഗം തിരിച്ചറിയാൻ പറ്റും. അതിനുള്ള റൂട്ട് അവരുടെ. അതേപോലെ സനാതന ധർമ്മം, 33 കോടിയുടെ സനാതന ധർമ്മം. അതിലുള്ളവർക്ക് ഇനി അതിനെ നന്നായി ആചരിക്കുന്നവർക്ക് സനാതന ധർമ്മത്തെ ആചരിക്കുന്നവരെ ഫോളോ ചെയ്യുന്നവർക്ക്, അതായത് സനാതന ധർമ്മം പക്ക ആചരിക്കുന്നവര് 33 കോടിയിലുള്ളവർ മാത്രം. അതിന് താഴെ ഭക്തരുണ്ട്. സനാതന ധർമ്മത്തിന് സന്യാസി വിഭാഗം. അവര് ഈ സനാതന ധർമ്മത്തെ പക്ക അംഗീകരിക്കുന്നത്. അവരിലൂടെയാണ് വേദശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും മറ്റും എഴുതപ്പെട്ടു വന്നിട്ട്. പിന്നീട് അതിനെ ആചരിക്കുന്നവർ, അംഗീകരിച്ച് അതിന് എഴുതപ്പെട്ടവർ അത്
എന്താണ് ഏതാണ് അത് താന്ത്രിക വിദ്യയിലോ കൗളാചാരത്തിലൂടെ ആയാലും ശരി, മറ്റു വേറെ ഏതെല്ലാം മാർഗത്തിലൂടെ ആയാലും അതിനെ ഉപാസിക്കുന്നവർ വേറൊരു അങ്ങനെയുള്ളൊരു കൂട്ടർ. പിന്നെ സാധാരണ ഭക്തർ. ഈ സാധാരണ ഭക്തർക്ക് ഈ സനാതന ധർമ്മത്തിലുള്ളവരെയോ മറ്റവരെയോ ഉൾക്കൊള്ളാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രയാസം തന്നെ. അത് കോടിക്കണക്കിന് വരും. അതല്ലാതെ ഉള്ളവർക്ക്, സന്യാസി ധർമ്മത്തിലുള്ളവർ, മറ്റ് കാര്യങ്ങളിലുള്ള അവർക്ക് കൃത്യമായിട്ട് ഈ സനാതന ധർമ്മത്തിലുള്ളവരെ വേഗം അണ്ടർസ്റ്റാൻഡിങ് ആവും. പക്ഷെ അവരിലും മായ മറച്ചു വെച്ചിരിക്കുന്നു. എല്ലാവരിലും മായ മറച്ചു വെച്ചു. മായയുടെ വികരാള രൂപം എടുത്തോണ്ടിരിക്കും. എവിടെയും പോയിട്ട് ഞാൻ സനാതന ധർമ്മത്തില് ആണ്, അതിൽ ലക്ഷ്മി നാരായണിലായിരുന്നു എന്നൊന്നും പോയിട്ട് പറയാൻ നിൽക്കണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. ആണ് എന്ന് സ്വയത്തിന് മനസ്സിലാക്കുക. എന്നിട്ട് ഞാനതായിത്തീരും. ഇതായിത്തീരാൻ തന്നെ കുറച്ച് പ്രയാസമുണ്ട്. അമ്മാനച്ഛൻ്റെ വീട്ടിലേക്ക് പോണ പോലത്തെ പരിപാടിയൊന്നും അല്ല. ആയിത്തീര തന്നെ വേണം. അപ്പോ വീണ്ടും നമ്മൾ അതേ പൊസിഷനിലേക്ക് എത്തിച്ചേരുകയാണ്. കണ്ട, സൂര്യൻ വന്നു കഴിഞ്ഞു. സൂര്യൻ നല്ല ഭംഗിയിൽ വന്നു കഴിഞ്ഞു. സൂര്യൻ ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുമോ? ഇല്ല. സൂര്യൻ കിഴക്കാണ്. പിന്നെ നല്ല മേഘാവൃതമാണ്. അതിവിടെ ഒന്നും നമുക്ക് ദൃശ്യമാവില്ല. പക്ഷെ സൂര്യൻ വന്നു കഴിഞ്ഞു. പ്രഭാവം അതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇതേപോലെ വീണ്ടും ഈ കലിയുഗം അവസാനിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ടിക്ക് 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 ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കലിയുഗം അവസാനിക്കുന്ന ഒരു കൂട്ടർക്ക് മനസ്സിലാവുകയില്ല. ഇപ്പൊ കണ്ടു, രാത്രി ഇപ്പൊ ഈ സമയത്തും കിടന്നുറങ്ങുന്നവരുണ്ടാവും. അവര് അറിയുന്നതും കൂടി ഇല്ല ഇങ്ങനെ ഒരു പരിപാടിയെ നടന്നു. ഇതിനേക്കാൾ ഭംഗിയിൽ ഇതേ സംഭവം നടക്കുന്ന ചില ഏരിയകളുണ്ട്. ആ സൂര്യന്റെ ഉദയം നല്ല ഓറഞ്ച് നിറത്തിൽ ഇങ്ങനെ പതുക്കെ പൊന്തി 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 വരുന്നു. കന്യാകുമാരിയിൽ പോയാൽ നമുക്ക് രണ്ടും കാണും. അസ്തമയം കാണും, ഉദയം കാണും, എല്ലാം കാണും. അതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. സത്യയുഗത്തിൽ എന്തെല്ലാം ഉണ്ട്, അത്ഭുതമാണ്. ഒരാൾക്കും വർണ്ണിക്കാൻ കഴിയില്ല. പക്ഷെ കാണാൻ കഴിയും മനോദൃശ്യത്തിൽ. അതില് ആ ഭംഗി മനസ്സിലാക്കണമെങ്കിൽ ഈ സാധനം തുറന്നേ തീരും. മനസ്സ്, ബുദ്ധി, സംസ്കാരം. നമ്മളിത് മാറ്റണം. സംസ്കാരം മാറ്റണം. ഈ മനസ്സുപയോഗിച്ച് നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റിയാൽ ബുദ്ധി കൂട്ട് ബാബ തുറന്നു തരും. തുറന്ന് തരുമ്പോ അങ്ങനെയാണ് അത് ദിവ്യബുദ്ധിയായി മാറുക. ദിവ്യബുദ്ധി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അധികം സമയം ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ മുന്നേ എങ്ങനെയാണോ ബുദ്ധി പൂട്ടപ്പെട്ടത് അതേപോലെ തന്നെ പതുക്കെ പതുക്കെ തുറക്കുള്ളൂ. സത്യയുഗത്തിൽ വന്നു, ത്രേതായുഗത്തിലേക്ക് പോയി, ദ്വാപരയുഗത്തിലേക്ക് പോയി, കലിയുഗത്തിലേക്ക് പോയി. കണ്ട, ബുദ്ധി പതുക്കെ പതുക്കെ അങ്ങോട്ട് പൂട്ടിയത്. ഇനി ബുദ്ധി പതുക്കെ പതുക്കെ തുറന്നു വരിക ചെയ്യുക. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ക്ലിയറായിട്ട് കിട്ടുന്നവന് ഇത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് അതിന് ഇച്ചിരി സമയം എടുക്കും. എന്നാലും തുറക്കാനുള്ള ശ്രമം അത് നടത്തുക. തുറന്നുകൊണ്ടേയിരിക്കുക. പരമാത്മാവുമായി നിത്യവും സംഘത്തിൽ ഇരിക്കുക, സത്സംഗത്തിലിരിക്കുക. 4 തൂണുകൾ. ഒരു തൂണ്, 2 തൂണ്, അപ്പുറത്തും ഇപ്പുറത്ത് 2 തൂണ്. അങ്ങനെയല്ല, നമ്മുടെ ആധാരം 4 തൂണുകളുടെ മേലെയാണ്. അതിന്റെ രീതിയിലേക്ക് ഇരിക്കുമ്പോൾ ബുദ്ധി ഇങ്ങനെ പതുക്കെ തുറന്നു. ഏതെങ്കിലും ഒരു തൂണിലെ കാലിന് ചെറിയൊരു പരിക്കുണ്ടെങ്കിൽ അവിടെ ബുദ്ധിയുടെ പ്രശ്നമുണ്ട്. സംഭവിക്കുന്നുണ്ടാ. എനിക്കും ഈ പറഞ്ഞ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ തൂണുകളെ കൃത്യമാക്കി
വീണ്ടും ആ തൂണുകളുടെ മേലെ തന്നെ കയറിയിരിക്കുക. ഈ തൂണിന്റെ മേലെ അല്ലാട്ട. നമുക്ക് ശ്രീമതം തന്നിട്ട് ബാബ കോഴ്സിലൂടെ ഏത് തൂണാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുക, അതിലൂടെ ഇരിക്കുക. അതിലിരുന്ന് എത്ര സമയം, ചിലപ്പോൾ ഒരു ജന്മം വേണ്ടി വരും, ചിലപ്പോൾ 2 ജന്മം വേണ്ടി വരും, ചിലപ്പോൾ 3 ജന്മം വേണ്ടി വരും. ചിലർക്ക് അങ്ങനെ തന്നെ വേണ്ടി വരും, അനുഭവം കൊണ്ട് പറയാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും സൂര്യവംശിയിലേക്ക് എത്തിച്ചേരാം. ഒരാൾക്കും അറിയില്ല ഞാൻ എൻ്റെ എത്രാമത്തെ ലൗകിക ജന്മത്തിലാണ്, ഈ സംഗമയുഗത്തിൽ എത്രാമത്തെ ലൗകിക ജന്മത്തിലാണ് എന്നൊരാൾക്കും അറിയില്ല. ബ്രഹ്മാവിനറിയാം, ബ്രഹ്മാവ് ഒറ്റ ജന്മം എടുക്കുന്നു. പക്ഷെ 2ാമതൊരു ജന്മം ഈ സംഗമയുഗത്തിൽ തന്നെ വരുന്നുണ്ട്. എവിടെ? കൃഷ്ണനായിട്ട്. അവിടെ പ്രാലബ്ധാണ്. കൃഷ്ണനെല്ലാം പ്രാലബ്ധാണ്. പക്ഷെ കൃഷ്ണന്റെ പ്രാലബ്ധം ഒരുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ആർക്ക്? കൂടെ ഉള്ളവർ. കൃഷ്ണന്റെ കൂടെ കൽപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. വേറെ ആരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവര് വരണം. ഇവര് തന്നെ വേണം. അവര് വന്ന് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ക്ലീൻ ആക്കാണ്ട്. കൃഷ്ണൻ വരുമ്പോ എത്ര ഏക്കർ സ്ഥലം വേണം? ഉള്ളത് കുറച്ച് സ്ഥലമാണെങ്കിലും അവിടെ ക്ലീൻ ആയിരിക്കണം. പല്ലി, പാറ്റ, മൂട്ട, കൊതുക് തുടങ്ങിയവ പ്രവേശിക്കാത്തടായിരിക്കണം. പുരടാനും ഫാക്ടംബോസും മറ്റതും അടിച്ച് തമർത്തി വിഷലിപ്തമായ നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാത്ത സ്ഥലമായിരിക്കണം. ആ 9 ലക്ഷത്തിലുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ അല്ലാത്ത ഒരു സ്ഥലം, അങ്ങനെ അല്ലാത്ത ഒരു ഇടം എന്ത് കഴിച്ചാലും, ഇപ്പോൾ ഈ കോളി മറ്റേ കോളി എന്നൊക്കെ പറഞ്ഞിട്ട് അനവധി സംഭവങ്ങളുടെ റിസൾട്ട് ഉള്ള വെള്ളം ആയിരിക്കരുത് അവിടെ. അവിടുത്തെ വെള്ളം പറഞ്ഞാൽ പ്യുവർ ആയിരിക്കും. അങ്ങനെ ഒരു ഇടം തയ്യാറാക്കാൻ ഒരു ടീം വേണ്ടേ? അങ്ങനെയുള്ള സ്ഥലത്താണ് ബാബ കൃഷ്ണന് ജന്മം നൽകാനുള്ള കാര്യങ്ങളുമായി രാമയിൽ നിശ്ചയിക്കപ്പെട്ടത്. കൃഷ്ണൻ മാത്രമല്ല, രാധ കൃഷ്ണന്റെ കൂടെ ഉണ്ടാവുമല്ലോ. മാത്രമാണോ? 9 ലക്ഷം. 9 ലക്ഷം ആദ്യം വരും. ആദ്യയിൽ 9 ലക്ഷം പേരുണ്ടാവും. പക്ഷെ അവർ ഈ സംഗമയുഗത്തിൽ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സമയത്ത് ആദ്യം തന്നെ 9 ലക്ഷം പേര് നേരെ അങ്ങോട്ട് ജന്മം എടുക്കണില്ല. അതിന്റെ ഒരു ഗുപ്തമായ കാര്യം അതാണ്. ബുദ്ധി ഇങ്ങനെ ദിവ്യമാക്കി വെക്കണം. ആദ്യയിൽ 9 ലക്ഷം പേര്, പിന്നെ അത് മധ്യം അവസാനം, അതായത് ത്രേതായിക അവസാനം ആകുമ്പോഴേക്കും 33 കോടി പേര്. കാരണം ഈ 33 കോടി പേര് തന്നെ ഇപ്പോഴും പിടികൊല്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മകുമാരീസിൽ അവസാനത്തിൽ പറയുന്നവരും കേട്ട് അങ്ങനെ അത് ഏത് രീതിയിൽ വേണം അങ്ങനെയുള്ള ആ ഒരു ബന്ധനത്തിൽ കിടക്കണം. ബ്രഹ്മകുമാരീസ് ബന്ധനാക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. ബ്രഹ്മകുമാരീസ് സ്വതന്ത്രമാക്കുന്നു. പക്ഷെ അവിടത്തെ ബന്ധനം ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് പതുക്കെ എസ്കേപ്പ് ആയത്. എന്ന് വെച്ചിട്ട് ബ്രഹ്മകുമാരീസിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബാബ ബ്രഹ്മകുമാരീസ് എന്ന ഈ ഒരു വിദ്യാലയത്തിലൂടെ തന്നെയാണ് ഈ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രഹ്മകുമാരീസ് എനിക്ക് പ്രധാനപ്പെട്ട, എനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അവിടെ നടക്കുന്ന ഈ ബന്ധനം അതെന്നെ കൊണ്ട് നിർത്താൻ കഴിയും. ഞാൻ പതുക്കെ അതൊന്ന് അങ്ങ് മാറി. നല്ലൊരു ബ്രഹ്മകുമാരനാണോ? ആയാലും ശരി, അല്ലെങ്കിലും ശരി, നമ്പർ വൈസാണ് എല്ലാ കാര്യങ്ങളും. നമ്പർ വൈസാണ് എല്ലാ കാര്യങ്ങളും, നമ്പർ വൈസാണ്. പക്ഷെ എനിക്ക് നിമിത്തമായ പാർട്ട്, എനിക്ക് പറയാനുള്ള കാര്യം അത് ഞാൻ ചെയ്യുന്ന വേണം. എന്നിലെല്ലാം തെളിഞ്ഞൊക്കെ റെഡിയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ 16 കല ആയോ? ഇല്ല. 16 കല ആവും.
മര്യാദ പുരുഷോത്തമനായോ? ഇല്ല. ആവും. പക്ഷെ ദിവ്യബുദ്ധി ആയോ? ആയില്ല. ആവും. ആവാൻ വേണ്ടി സങ്കല്പം വെച്ച വേണ്ട കാര്യങ്ങൾ ബാബ കൽപ്പകൽപ്പം തന്നതുപോലെ തന്നെ തരും. അത് ഞാനായാലും ശരി, മറ്റാരായാലും ശരി. അപ്പൊ അതിനു വേണ്ടി അതിഗുപ്തമായ ഗുഹ്യമായ പ്രയത്നം അത് ഫോളോ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം. ട്രിപ്പിൾ ഓം ശാന്തി.